തണുപ്പുകാലമായാൽ ഉത്തരേന്ത്യൻ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമുണ്ട്, ഗാജർ കാ ഹൽവ. അതായത് ഉത്തരേന്ത്യൻ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ. സാധാരണ ഹൽവയിൽ നിന്നും വ്യത്യസ്തമായി പാലിൽ വേവിച്ചെടുക്കുന്നതാണ് ഈ ഹൽവയുടെ പ്രത്യേകത. അതുപോലെ കാഴ്ചയിലും വ്യത്യാസമുണ്ട്, എന്നാൽ ടേസ്റ്റോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. സാധാരണ കിട്ടുന്ന ക്യാരറ്റ് അല്ലാട്ടോ ഇത്, വിൻ്റർ ക്യാരറ്റ് ആണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ സീസൺ. 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ക്യാരറ്റ് തൊലി കളഞ്ഞെടുക്കാം. എല്ലാ ക്യാരറ്റും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് കളറിലുള്ള ഭാഗം ഒഴിവാക്കി ഗ്രേറ്റ് ചെയ്താൽ മതി. ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 700 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു 2.25 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓൺ ചെയ്ത് പാൽ തിളപ്പിക്കണം. പാൽ തിളച്ചു വരുമ്പോൾ ഗ്രേറ്റ് ചെയ്തു വെച്ച ക്യാരറ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് വെന്ത് വരണം. പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. ക്യാരറ്റ് വെന്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് വെന്ത് പാല് വറ്റി വരുന്നവരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും. ഇതുപോലെ സ്ലോ കുക്കിങ്ങിൽ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ പാല് വറ്റി കോയ പരുവത്തിലായിട്ടുണ്ട്. ക്യാരറ്റ് വെന്തിട്ടുണ്ട്. പാലിലെ വെള്ളം വറ്റിച്ചാണ് കോയ, അതായത് മാവ റെഡിയാക്കുന്നത്. പനീറൊക്കെ പോലെ ഇരിക്കും, പക്ഷെ പനീറല്ല കേട്ടോ. രണ്ടും തയ്യാറാക്കുന്നത് 2 രീതിയിലാണ്. ഈ കോയയാണ് ക്യാരറ്റിൻ്റെ കൂടെ വെള്ള കളറിൽ കാണുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. 120 ഗ്രാം വെയിറ്റ് ഉണ്ട്. മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ ഇത്രയും ചേർക്കുമ്പോൾ. ഇനി പഞ്ചസാര നന്നായി ഉരുകി വരണം. 2-3 മിനിറ്റ് ഈ പഞ്ചസാരയിലിട്ട് ക്യാരറ്റിന് വേവിക്കണം. പാലിലെ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന കോയ അല്ലെങ്കിൽ മാവ, ക്യാരറ്റ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മധുരവും നട്ട്സും ഏലക്കാപ്പൊടിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് ഉത്തരേന്ത്യൻ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ. ഇപ്പോൾ ഏകദേശം ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹൽവയുടെ പോലെ കട്ടിയായിട്ടല്ല, കോരി കഴിക്കുന്ന പരുവത്തിലാണ് വേണ്ടത്. ഇനി വേറൊരു അടുപ്പിൽ പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ബദാം ഇതുപോലെ കട്ട് ചെയ്തതും അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും ചേർത്ത് വറുത്തെടുക്കണം. വറുത്തെടുത്ത ബദാമും അണ്ടിപ്പരിപ്പും ക്യാരറ്റ് ഹൽവയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. തണുപ്പില്ലാതെയും കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് വാനില ഐസ്ക്രീം ചേർത്ത് കഴിച്ചു നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്